ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നീണ്ടൊരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ദുചൂടൻ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. ആദ്യം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ കുഴപ്പമില്ല, അവൻ ഹാപ്പിയായി അവസാനം. ആദുട്ടൻ്റെ വണ്ടിയാട്ടോ അവിടെ ആദ്യം വരിക, കാരണം ആദുട്ടൻ വേറെ സ്കൂളിലാണ് പഠിക്കണേ. നമ്മുടെ അന്നമ്മയാണെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് തകൃതിയായിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഞാൻ അവളൊന്ന് തല്ലുകൂടി. അതിൻ്റെ മുഖവീർപ്പാണ് ഇപ്പം മുഖത്ത് കാണണേ. ആൻ്റപ്പനാണെങ്കിൽ അന്നമ്മേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അന്നമ്മയ്ക്കാണെങ്കിൽ ഞാൻ ചീത്ത പറഞ്ഞതിൻ്റെ സങ്കടമാണ് മനസ്സിൽ. അങ്ങനെ അവർ പോയി. അന്നമ്മേനെ ആശ്വസിപ്പിക്കണതിൻ്റെ ഇടയിൽ അവർ പോകുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അത് കണ്ട, എൻ്റെ വീട്ടിലെ ഏറ്റവും ലാസ്റ്റത്തെ ചക്കയാണ് തേൻവരിക്ക ചക്ക. അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, പഴുത്ത് കിട്ടാൻ വേണ്ടി. വീട്ടിൽ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലായിട്ട് ഒരുപാട് റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറിയ ചുവപ്പ് കളറൊക്കെ ആയി തുടങ്ങി. ഇന്നോ നാളേക്കായിട്ട് പൊട്ടിക്കണത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഈ റോസാപ്പൂവിനെ കാണിക്കാനായിട്ട് വിട്ടുപോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോസാപ്പൂവാണ് കേട്ടോ, ഡബിൾ കളറാണ്. ഇനി ഇത് ഞാൻ നന്നായിട്ട് പാകമായിട്ടിരിക്കുന്ന നന്നായിട്ട് വിരിഞ്ഞ റോസാപ്പൂക്കളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ അധികം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് വെക്കും. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഉള്ളിലത്തെ കോലാണ് ഇട്ടത്. ഇതായിരിക്കണ പേരക്കായ കണ്ട, അത് നമ്മുടെ പറമ്പിലുണ്ടായ പേരക്കായ കേട്ടാ, ഫ്രഷാണ്. ഇതാണ് കിച്ചണിൻ്റെ അവസ്ഥ. ഇന്ന് കാലത്ത് ഇവിടെ ബ്രെഡ് റോസ്റ്റ് ആയിരുന്നു. അന്നമ്മയ്ക്ക് ആൻ്റപ്പനും ആദൂട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് റോസ്റ്റ്. ഇനി ഇതൊക്കെ ക്ലീനാക്കി എടുക്കലാണ് എൻ്റെ അടുത്ത പണി. ഒരാഴ്ച ആദൂട്ടുണ്ടായിരുന്നു കൂടെ, അവനിപ്പോൾ സ്കൂളിൽ പോയി. അപ്പോൾ ഒരു സങ്കടം, പെട്ടെന്ന് ഒറ്റയ്ക്കായണം തോന്നാം. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനൊക്കെ ആലോചിക്കും കേട്ടോ. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ നാട്ടിലേക്ക് വന്നു, തന്നെയല്ലേ അവർ. അപ്പോൾ ചേട്ടൻ്റെ മമ്മി ആയാലും വീട്ടിൽ തന്നെയാണ്. അപ്പോഴൊന്നും ആ വില എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ആയപ്പോഴാണ് അതിൻ്റെ വിലയൊക്കെ മനസ്സിലാവണേ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഓരോ പണികൾ ചെയ്യുമ്പോൾ അവരോരോരുത്തരെ വിളിക്കും. ചിലപ്പോൾ എൻ്റെ അമ്മേനെ വിളിക്കും, ചിലപ്പോൾ മമ്മീനെ വിളിക്കും. അങ്ങനെ എൻ്റെ പണികൾ ഓരോന്ന് ചെയ്യും. അങ്ങനെയാകുമ്പോൾ എൻ്റെ ക്ലീനിങ് നടക്കും, അവരോടായിട്ട് സംസാരിക്കുകയും ചെയ്യാം. ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. എൻ്റെ പോലെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാനൊരു ട്രിവാൻഡ്രത്തായതുകൊണ്ട് പെട്ടെന്നൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം, അമ്മേനെ അപ്പച്ചനെയും കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. 6-7 മണിക്കൂറുണ്ട് യാത്ര. അടുത്ത മാസം നാട്ടിൽ പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ കാണാം. ഒന്ന് കാണണമെന്ന് തോന്നുമ്പോൾ അമ്മേനെയും അപ്പച്ചനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കല്യാണത്തിന് മുൻപ് വരെ ഞാൻ അമ്മയും ചേരത്തേ ഇല്ലായിരുന്നു. എപ്പോഴും തർക്കുത്തരം പറയലും തല്ലുകൂട്ടും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു പ്രസവമൊക്കെ കഴിഞ്ഞു, അന്നമ്മ ഉണ്ടായ പിന്നെയാണ് ശരിക്കും അമ്മേരെ ആ ഒരു പെയിനും വിലയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന സമയം. ഇന്ന് അന്നമ്മ എന്നോട് മുഖം വീർപ്പിച്ച് പോയപ്പോഴാണ് ഞാനൊക്കെ എന്തോരം അമ്മോട് മുഖം വീർപ്പിച്ച് സ്കൂളിൽ പോയിട്ടുണ്ടെന്നൊക്കെ ഓർമ്മ വന്നത്. അപ്പോഴൊക്കെ ഞാൻ വിഷമിച്ച പോലെ എൻ്റെ അമ്മയെ വിഷമിച്ചിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ഒരു സുഖമില്ല അന്നമ്മ വിഷമിച്ച് പോയ കാരണം. ഇനി വന്ന് ചിരിച്ച് കണ്ടാലേ ഒരു സമാധാനമാവുള്ളൂ. അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ. ദേഷ്യം വരുമ്പോൾ ചീത്ത പറയും, എന്നിട്ട് വരണ വരെ വിഷമിച്ചിരിക്കും. നിങ്ങളങ്ങനെയാണോ? പിന്നെ ഈ സെറ്റിക്ക് ഈ ടർക്കി വിരിക്കുന്നത് ഒരു ഭംഗിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രണ്ട്സ്. എൻ്റെ മക്കൾ ഇവിടെ ഇരുന്നിട്ടാണ് ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും പൂവാണെങ്കിൽ ഈ ടർക്കിയിലല്ലേ പൂവുള്ളൂ, ഇത് കഴുകിയാൽ പോവുമല്ലോ എന്ന്. ഹോളിൽ സെറ്റിയിൽ അടിയിലടിച്ച് വരുമ്പോഴാണ് ഇവരുടെ പല നിഗൂഢ രഹസ്യങ്ങൾ പുറത്ത് വരിക. ഈ ചൂരിൽ ഇന്നലെ കാണാണ്ടായിരുന്നില്ലേ, ഇന്ന് കിട്ടിയപ്പോൾ ചൂരിലിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. ഒടിച്ച് വെച്ചിരിക്കുക അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യുക, ചിലപ്പോൾ ചിരി വരും. ക്ലീനിങ് ചെയ്ത് പകുതിയായപ്പോൾ തോന്നി ഒരു കാപ്പി കുടിക്കണമെന്ന്. ഞാനൊരു കാപ്പി ലവറാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് പാൽ കാപ്പി. കാപ്പി കുടിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു ഉഷാറ് കിട്ടും. പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പർ കാപ്പിയായിരുന്നു കേട്ടോ. ഇത് കണ്ട, ഇത് ഞങ്ങൾ സ്വന്തം തേൻവരിക്ക ചക്കക്കുരു കേട്ടോ. ഇത് ഞാൻ കൊണ്ടുപോകുന്നത് വെയിലത്ത് വെച്ച് ഉണക്കാനാണ്. ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ഈ പൊടിയും പുട്ടിൻ്റെ പൊടിയും കൂടി മിക്സാക്കിയിട്ട് പുട്ടുണ്ടാക്കി കഴിക്കും. അപ്പോൾ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയണേ. ഒരുവിധം ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഒന്ന് പോയി കുളിച്ചു. പിന്നെ നമ്മുടെ കുറച്ച് പുട്ടിടലും പരിപാടികളാണ്, അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യണതാണ്. എന്നിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന്
കെട്ടി വയ്ക്കും. ഞാൻ എല്ലാ ദിവസവും മുടി കുളിക്കില്ല കേട്ടോ, കാരണം എല്ലാ ദിവസവും മുടി കുളിക്കുന്നത് നമ്മുടെ മുടിക്ക് പൊട്ടയാണ്. അടിച്ച് വാരി തുടച്ച് കഴിയുമ്പോഴേക്കും മേലൊക്കെ ആകെ വേർക്കും. ഇതിൽ ഞാൻ തുടയ്ക്കുന്നതിൻ്റെ സമയത്ത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി, അതുകൊണ്ട് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. എൻ്റെ കുളി കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ എൻ്റെ പ്രയർ കഴിഞ്ഞു, എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു. ഇനി മക്കൾ വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. അവർക്കുള്ള പാലൊക്കെ ഞാൻ തിളപ്പിച്ച് വെച്ചു. എൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അങ്ങനെ ആദുട്ടൻ്റെ വണ്ടിയാണ് ആദ്യം വരാം. ആദുട്ടൻ വന്നു കഴിഞ്ഞാൽ അവൻ ഒരുപാട് വിശേഷം പറയും. പിന്നെ അവൻ അവരെ കാർട്ടൂൺ സീരിയൽ വെച്ച് കൊടുക്കണം. ടീച്ചർ എന്ത് പറഞ്ഞു? അതിട്ട് കൊറേ നാള് കാണുന്നുണ്ട്. പിന്നെ ഡി ഫോർ ഏതാ? അതെ, ഡി ഫോർ ആപ്പിൾ. കണ്ട, ഡി ഫോർ ആപ്പിൾ. ഏതാ? എ ഫോർ അല്ലേ ആപ്പിൾ? ആപ്പിൾ. ഡ്രസ്സ് മാറി നല്ല ചുന്ദരനായി വന്നപ്പോഴുണ്ട് ചേട്ടന് വന്ന് കൊറിയർ കണ്ടു. പിന്നെ അത് തുറന്നു കൊടുക്കാതെ സമ്മതിക്കില്ല. ക്ലാസ്സിലുണ്ടൊക്കെ എടുത്ത ആദുട്ടന്റെ ക്ലാസ്സില് ബുക്ക് എഴുതിയ ഏത് പാട്ടാ പഠിപ്പിച്ചെന്ന്? പാട്ട് ഏതാ പഠിപ്പിച്ചെന്ന്? അത്ര അറിയുള്ളൂ. കൂട്ടുകാരൻ എന്ത് പറഞ്ഞു വന്നിട്ടുണ്ട്? കൂട്ടുകാരൻ സൂപ്പർ. അമ്മ ആദൂട്ടനെ കാണാണ്ട് സങ്കടപ്പെട്ടിച്ചു. അമ്മ പാത്തിച്ചു, അതിനു വേണ്ടിയൊക്കെ പാത്തിച്ചു. അത് നല്ല കുട്ടിയെ പഠിച്ചില്ലെന്ന്. അതാണ് അമ്മ പാത്തിച്ചു. അപ്പയ്ക്ക് വന്ന കൊറിയർ പൊട്ടിക്കാണ്ട് അവന് സമാധാനമില്ല. അങ്ങനെ വാശി പിടിച്ചിരിക്കുകയായിരുന്നു. അവസാനത്ത് തുറന്ന് കാട്ടി കൊടുത്തപ്പോഴാണ് അവന് സമാധാനമായി. എന്തോ ഒരു ക്യാമറയ്ക്കായിരുന്നു ചേട്ടൻ്റെ ആ കൊറിയറിൽ. ആദൂട്ടനെ ഫ്രൂട്ട് ലൂപ്സ് ഭയങ്കര ഇഷ്ടമാണ്. വേണ്ട ഇത് ഞാൻ ഈ കെലോജിയിൽ വാങ്ങാം. ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പാലിൽ ഇതിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനത് ഫുള്ളും കുടിക്കും. അപ്പം അത്യാവശ്യം വിശപ്പ് മാറും. അപ്പം ഇന്ന് ഞാൻ അതാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വേറെ സ്നാക്സ് ഞാനൊന്നും ഉണ്ടാക്കില്ല വേണ്ടി. അതേപോലെ വാശി പിടിക്കണം, ഞാനതും കൊടുക്കട്ടെ. ഇതെൻ്റെ വീട്ടിലെ പഴയൊരു സീലിംഗ് മെഷീനാണ്. എന്ത് ഫുഡ് ഐറ്റംസ് കവറിലുള്ളത് പൊട്ടിച്ചാലും ഞാനത് അപ്പോൾ തന്നെ സീൽ ചെയ്ത് വയ്ക്കും. വളരെ യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അത്. അന്നമ്മ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ അന്നമ്മ എൻ്റെ പിന്നെ വരും കേട്ടോ. അന്നമ്മ ഇത്തിരി വിഷമിച്ചിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. കാരണം ഓട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. ഇവള് പൊട്ടുകുത്തി മാച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ചീത്ത പറഞ്ഞ് ഓടിപ്പിച്ച് വിടാ ചെയ്തത്. അതുകൊണ്ട് പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഇത്തിരി വിഷമമായിരുന്നു സ്കൂളിൽ പോകുന്നേക്കതിന് മുന്നേ. പക്ഷെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അവൾ സാധാരണ മറക്കാറൊക്കെ ഉണ്ട്. ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അന്നമ്മേരെ വണ്ടി വന്നു. അന്നമ്മ എൻ്റെ പിന്നൊക്കെ എത്തി. ആദൂട്ടനവരെ റിസീവ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അന്നമ്മേൻ്റെ മുഖത്തേക്ക് പോലും നോക്കണില്ല. ഞാനവളെ വർത്താനം പറയിപ്പിക്കാനും ചിരിപ്പിക്കാനും ഓരോന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും കാര്യം ഉണ്ടായില്ലേ. ഭയങ്കര സങ്കടമായിരുന്നു അവൾക്ക്. അന്നത്തെ ദിവസം കൂട്ടുകാരോടൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു അവൾ. ഇന്നൊരു സുഖം ഉണ്ടായില്ലേ അന്നമ്മയ്ക്ക്? അമ്മേൻ്റെ ചീത്ത കേട്ട കാരനാ? കണ്ട, ഇവളെന്നോട് പിണങ്ങിയിരിക്കുക. സാധാരണ പിണക്കൊക്കെ മാറാറുണ്ട്. ഇപ്രാവശ്യം അവളുടെ പിണക്കം മാറിയിട്ടില്ല. അന്നമ്മ ഒരാൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വിഷമം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അന്നമ്മ പിണക്കം മാറിയാ? സത്യം? അന്നമ്മേരെ പിണക്കം മാറിയിരുന്നു. സത്യമായിട്ട് മാറിയാ?
കണ്ട് ഇത്ര ഉള്ള എൻ്റെ അന്നമ്മ പാവാ അല്ലേ അല്ലേ കണ്ട അപ്പൊ ഒരാൾ പറയാ പാവല്ലേ ഭയങ്കര തല്ലുകൊട്ടാ ചില സമയത്ത് ഒരുമിച്ച് കളിക്കണം കാണാം ചില സമയത്ത് ഭയങ്കര തല്ലുകൊട്ടും ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാച്ചാ